ഉൾപ്പെടെ കടക്കാനുള്ള വന്നിരിക്കുന്നു. സ്മൃതി 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ പുതുതായി വന്ന സുഭാഷിണി തങ്കച്ചിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഇമെയിൽ താങ്കൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ബഹുസംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ 5/7/2024 ഉത്തരവ് നടപ്പിൽ വരുത്തിക്കൊണ്ട് ഇന്ന് 19/8/2024 ഉച്ചയ്ക്ക് ശേഷം 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 16/8/2024 135B3 2024 സാംസ്കാരിക വകുപ്പ് കത്തിൽ അറിയിച്ച പ്രകാരം താങ്കൾക്ക് നൽകുന്നതാണ്. താങ്കൾ യഥാസമയം ബന്ധപ്പെട്ട രേഖകൾ സഹിതം സാംസ്കാരികാര്യ വകുപ്പ് SP-യുടെ ചേംബറിൽ റൂം നമ്പർ 350 1-ാം നില മെയിൻ ബ്ലോക്ക് ഗവൺമെന്റ് സെക്രട്ടറിയിൽ. അപ്പോൾ ഇത് ഹാർഡ് കോപ്പിയാണ്. ഇപ്പോൾ സാംസ്കാരികാര്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോടതി ഇത് പരിഗണിക്കുന്ന സമയം എപ്പോഴാണ് സ്മൃതി? 3 മണി. കേസ് പരിഗണിക്കുന്ന സമയം 3 മണിയാണ് അല്ലേ? അതാണ് റോഷി 2:30 2:30 തീർച്ചയായും സോഫ്റ്റ് കോപ്പി അല്ല സ്മൃതി, സോഫ്റ്റ് കോപ്പി അല്ല, ഹാർഡ് കോപ്പി തന്നെ തരികയാണ്. മെയിൽ വന്നിട്ടുണ്ട്. 2:30 റോഷിപ്പാലിനോട് പോയി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ അപൂർവം എനിക്ക് തോന്നുന്നു റോഷി, ദിശമാധ്യമ പ്രവർത്തകരിൽ 2-3 ആളല്ലേ, 2 പേരെങ്ങാൻ മാത്രമാണ് ഉള്ളത്, റോഷി ഉൾപ്പെടെ. അങ്ങനെ റോഷിപ്പാൽ ഇന്നിപ്പോൾ 2:30 പോയി ഇത് വാങ്ങുകയാണ് സ്മൃതി. 3 മണിക്ക് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് ഇനിയും ഒരു ചീത്തപ്പേര് കേൾക്കാൻ സർക്കാരിന് താല്പര്യമില്ല. ഇനിയും സർക്കാരിന് ചീത്തപ്പേര് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് സ്മൃതി. 4 വർഷക്കാലം പൂഴ്ത്തിവെച്ചു. പിന്നീട് പ്രസാദ് ഒരു മിനിറ്റ്, റോഷി ആ മെയിൽ ഒന്ന് ക്യാമറയിൽ ഒന്ന് സൂം ചെയ്യാമോ? മെയിൽ റോഷിക്ക് വന്നിരിക്കുന്ന മെയിൽ ഒന്ന് സൂം ചെയ്യാമോ? 2:30 സമയം. ഇന്നുച്ചയ്ക്ക് 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് അറിയിക്കുന്നത്. ആ മെയിലിന്റെ കൃത്യമായി പറയുന്നുണ്ട്. കൃത്യമായി റോഷിപാലിന് നേരിട്ടെത്തി ഹാർഡ് കോപ്പി പറയുന്നു. 2:30 ഈ റിപ്പോർട്ടിന്റെ പകർപ്പ്, അതിൻ്റെ ഹാർഡ് കോപ്പി. പക്ഷേ ഇതിലൊരു ആശങ്കയുണ്ട്. കാരണം 3 മണിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജി, നടി രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുന്നു. വല്ലാത്തൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി കഴിഞ്ഞത്. ആ റിപ്പോർട്ട് 2-3 കൊല്ലമായി ഇതിങ്ങനെ അന്വേഷിച്ച് കൊണ്ടു നടക്കണ്. ഇന്ന് വിടും, നാളെ വിടും, മറ്റന്നാൾ വിടും, പുറത്ത് വിടും. എന്നിട്ട് അതിക്ക് സ്റ്റേ ഹർജി കൊടുക്കാൻ വേറെ കുറേ ടീമും. ഇന്നലെ ഇപ്പോൾ ഏതോ രഞ്ജിനി നമ്മുടെ പഴയ മോഹൻലാലിൻ്റെ ചിത്ര സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് നടിയുണ്ട്. അപ്പോൾ അലോ വണ്ണം വെച്ചോണ്ട് ഇപ്പോൾ അതിനാരും എല്ലാം അറിയൊന്നുമില്ല. അപ്പോൾ ആ പരാതി കൊടുത്ത് ഹർജി കൊടുത്തത് അത് പുറത്ത് വിടരുത് തന്നെയായിട്ട്. പുറത്ത് വിടാതെ ഒന്നായിട്ട് പൊട്ടുമോ? കുറേ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് വെറ്റേന്ന്. ഇതിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള തിരിമറികളും അഴിമതികളും പിന്നെ മറ്റു വേണ്ടാത്തരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് വെറ്റേ. എന്തിനാണ് ഇതൊക്കെ പുറത്ത് വരുന്നത്? പേടിച്ചത് ഇതൊക്കെ കൂട്ടായിട്ട് ചെയ്യാൻ പോകുമ്പോൾ ആലോചിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ. ഈ ആദ്യം കാര്യങ്ങൾ ചെയ്യുമ്പം അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇപ്പോൾ ഇത് പുറത്തു വരുന്ന തടയാൻ എന്താ ബന്നോട്ടെ. കുറേ ആളുകൾക്ക് അത് ഉപകാരപ്രദമാവും. കുറേ കണ്ടാമൃഗങ്ങൾ ഇതിലൂടെ പുറത്തു വരുമല്ലോ, ഓലൊക്കെ ഒന്ന് പുറത്ത് വരട്ടെ. സമൂഹത്തിൽ എന്താണ് നടക്കണമെന്നൊക്കെ ജനങ്ങളൊന്ന് അറിയട്ടെ. എന്നിട്ട് അത് തടയാനൊരു കൂട്ടർ, വിടാനൊരു കൂട്ടർ, വിടുന്നോലും ഇതിങ്ങനെ ഇപ്പം വിടും എന്ന് പറഞ്ഞൊരു കൂട്ടർ. മറ്റൊരു ഇത് തടി ഇപ്പം 3 മണിക്ക് രഞ്ജിനിൻ്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇത് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. 2:30 ഇപ്പോൾ ഇത് കൊടുക്കുന്നാണ് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ ചോറിനാൻ പോണ ജഡ്ജിനെ ഇനി വിളിച്ചു പറഞ്ഞ് കസാലി ഇരുത്തിയിട്ട് പെട്ടെന്ന് അത് കൊടുക്കരുത് പറഞ്ഞ ഇമെയിൽ സന്ദേശം ഞങ്ങോട്ട് അയക്കാൻ ഞാൻ മതിയിനി. വിവരാവകാശം കിട്ടാന്ന് പറഞ്ഞ വിട്ടിക്ക് ഞാണ്ട് അയക്കാൻ ഞാൻ മതിയിനി. എന്തൊക്കെ തരികിടകളാണ് നടക്കുന്നത്. അത് എല്ലാ ജാതി നടക്കുന്ന ഒരു ഭരണമായിട്ടാണ് മാറി. എല്ലാത്തിനും സംവിധാനങ്ങളുള്ള ഒരു ഭരണം. ഞാൻ ആലോചിച്ച് നോക്കുകയാണ് എന്തെല്ലാം ദുരന്തങ്ങൾ കണ്ട്. ഇതൊരു ദുരന്തം തന്നെ, അല്ലാത്ത പറയാം.